റോയ് കടുത്ത വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJ വിഷാദ രോഗത്തിന് കുറച്ചു നാളുകളായിട്ട് അടിമയായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു എന്നുള്ള വിവരം നിങ്ങളിൽ എത്ര പേർ അറിഞ്ഞിട്ടുണ്ട്? ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ അധികം വൈകാതെ ചിലപ്പോൾ അടുത്ത മാസം തന്നെ ദുബായ് ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഡോക്ടർ റോയ് CJക്ക് കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ റോയ് CJയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങ് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ അങ്ങോട്ട് തരിക. നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ചിലപ്പോൾ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അതിലും ക്ലിക്ക് ചെയ്യുക. ഡോക്ടർ റോയ് CJ ഒരുപാട് കഥകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വഴി മെയിൻ സ്ട്രീം ചാനലുകൾ വഴിയൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. എന്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു പരിധിയിൽ കൂടുതൽ പലതും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങൾക്കും അവർക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. ഡോക്ടർ റോയ് CJയുടെ മരണപഴി എന്ന് പറയുന്ന ആ ഒരു കുറച്ച് റൈറ്റിങ്സ്, ഒരു കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ അവസാന കുറിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. എന്താണെങ്കിലും അതുപോലും ഒരു പരിധിയിൽ കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖവിരയ്ക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ അവർക്ക് പിന്നെയും സംശയങ്ങളാണ്. ആരെങ്കിലും അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷേ എനിക്ക് ഒരു 70% ഇപ്പോൾ ഒരു ഉറപ്പുണ്ട്, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തതാണ് എന്നുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് എല്ലാത്തിലേക്കും പോകാം. ആദ്യമേ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടെടുത്ത 9 പേജുള്ള ഡയറി കുറിപ്പുകൾ ആത്മഹത്യക്കുറിപ്പായി നിയമപരമായി കണക്കാക്കാനാവില്ലെന്ന നിലപാടിൽ ബംഗളൂരു പോലീസ്. മരണം നടന്ന മുറിയിൽ നിന്നല്ല ഡയറി കണ്ടെടുത്തതെന്ന സാങ്കേതിക വശമാണ് പോലീസിനെ ഈ നിഗമനത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇതോടെ മരണത്തിന് പിന്നിൽ മറ്റ് അസ്വാഭാവിക കാരണങ്ങളുണ്ടോ എന്നതിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴികളിലെ വൈരുദ്ധ്യം കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. മരണ ദിവസം റോയി ഓഫീസിലെത്തിയ സമയം സംബന്ധിച്ചാണ് പ്രധാന തർക്കം. MD TA ജോസഫിന്റെ മൊഴി പ്രകാരം ജനുവരി 30 ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ തനിക്കൊപ്പമാണ് റോയി ഓഫീസിലെത്തിയത്. എന്നാൽ സുരക്ഷാ ജീവനക്കാരന്റെ മൊഴി ഉച്ചയ്ക്ക് 2 മണിയോടെ തന്നെ റോയി ഓഫീസിൽ എത്തിയിരുന്നു എന്നാണ്. ഈ 1 മണിക്കൂർ സമയത്തിനിടയിൽ റോയി ആരോടൊക്കെ സംസാരിച്ചു എന്നതിലോ ആദായ നികുതി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയോ എന്നതിലോ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നമുക്ക് ബാക്കി കേൾക്കാം. അതിനു മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവർക്ക് വരുന്നൊരു സംശയം, എന്തുകൊണ്ട് MD പറയുന്നു 3 മണിക്കാണ് MDയും ചെയർമാനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ റോയും ആ ഒരു ഓഫീസ് സമുച്ചയത്തിലേക്ക് വരുന്നത് എന്ന്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരൻ അദ്ദേഹം പറയുന്നത് അവർ 2 മണിക്ക് ഡോക്ടർ റോയ് 2 മണി തൊട്ട് ആ ഒരു ഓഫീസ് സമുച്ചയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് തെളിയിക്കാനായിട്ട് CCTV വിഷ്വൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഈ 2 പേർ പറയുന്ന മൊഴിയിലെ വൈരുദ്ധ്യം, അവിടെയാണ് പോലീസുകാർ സ്റ്റക്കായി നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നു? അവിടെ പോലീസ് സ്റ്റക്കാണ്. അവിടെയാണ് അവർ ആ ഒരു 9 പേജുള്ള ആ ഒരു കുറിപ്പ് അതിനെ മാറ്റി നിർത്തുന്നത്. പ്രത്യേകിച്ച് അത് ഡോക്ടർ റോയിയെ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹം നിറയൊഴിച്ച ആ ഒരു റൂമിലല്ല, അവിടെയല്ല കണ്ടെത്തിയത് ഈ ഒരു അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. അതുകൊണ്ട് തന്നെ അവരത് മാറ്റിവെക്കുന്നു. പിന്നെ ഒരു സൈഡിൽ ഈ 2 വ്യക്തികൾ പറയുന്ന മൊഴിയിലെ വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെയോ സംശയം. ഇനിയും ആരെങ്കിലും അദ്ദേഹത്തിന്, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു കോടീശ്വരനാണ്, മനസ്സിലായില്ലേ, ശത്രുക്കൾ ആരുമില്ല എന്ന് കുടുംബവും സഹോദരൻ എല്ലാവരും പറയുന്നു. അദ്ദേഹത്തിനെ അറിയാവുന്ന എല്ലാവരും പറയുന്നു അദ്ദേഹത്തിന് ഒരു ശത്രു പോലും ഇല്ല എന്ന്. അങ്ങനെയെങ്കിൽ പുള്ളി സ്വയമേ ചെയ്തതല്ലേ? ഇതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് മൈൻഡ് ചെയ്യുന്നേയില്ല. കൂടാതെ ഡോക്ടർ റോയ് കോൺഫിഡൻസോടെ, ഭയങ്കര നല്ല കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ റോയ് കുറച്ച് നാളുകളായി വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. നമുക്ക് ബാക്കി കേൾക്കാം. എങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ മാത്രം ലഭ്യമായ
നിശബ്ദമായ ബെൽജിയം പിസ്റ്റൾ എങ്ങനെ അദ്ദേഹത്തിന്റെ കൈവശം എത്തി എന്നത് NIA അടക്കമുള്ള ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. റോയ് കടുത്ത വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ജയനഗറിലെ ഡോക്ടറെ കണ്ടതിന്റെ രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ബിസിനസ് രംഗത്തെ പ്രതിസന്ധികളും IT റെയ്ഡുമാണ് അദ്ദേഹത്തെ തളർത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ ഒരു IT റെയ്ഡും എല്ലാം കൂടെ അദ്ദേഹത്തിനെ ഒരുപാട് തളർത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. വിഷാദ രോഗത്തിന് അദ്ദേഹം ഒരു ഡോക്ടറിനെ കാണുന്നുണ്ടായിരുന്നു കുറച്ചായിട്ട്. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന ഒരുപാട് കഥകൾ, അതിനകത്തെ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്ന ലീഗൽ ട്രാൻസാക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വന്നാൽ ചിലപ്പോൾ ദുബായ് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. മനസ്സിലായോ? അതൊക്കെ അദ്ദേഹത്തെ പേടിപ്പെടുത്തിയിട്ടുണ്ടാവാം. കൂടാതെ ഈ ബെൽജിയം തോക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഹോൾഡറാണ് ഡോക്ടർ റോയ് CJ. ഇത്രയും ഒരു ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിനൊരു ബെൽജിയം തോക്ക് കിട്ടുന്നത് അന്വേഷിച്ച് പോട്ടെ. NIA പോലും അന്വേഷിക്കുന്നുണ്ട്, അതെന്നല്ലേ പറയുന്നത്. അന്വേഷിക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന പണം സോഴ്സ്, അത് കുറച്ചായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി കൊടുത്തിട്ടില്ല. കൂടാതെ ഒരു ബെൽജിയം തോക്കൊക്കെ കയ്യിലുണ്ട്. അന്വേഷിക്കട്ടെ എവിടുന്ന് എങ്ങനെ വന്നതാണ് കുറേ ഇല്ലീഗൽ മണി എന്നുള്ളത്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനൊരു പേടി വരാനും ഇത് ചെയ്യാനുമുള്ള കാരണം അതും ഞാൻ വ്യക്തമാക്കി തരാം. വിഷാദ രോഗങ്ങളൊക്കെ അദ്ദേഹത്തെ പിടികൂടാനുള്ള കാരണം പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണ കരാറുകളിലെ കർശന നടപടികളെന്ന് സൂചന. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ തടയാനുള്ള ഇരു രാജ്യങ്ങളുടെയും നീക്കം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പല പ്രമുഖരെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിൽ CJ റോയിയും ഉൾപ്പെട്ടിരുന്നതായാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ബാക്കി കേൾപ്പിക്കാം. അതിനു മുമ്പ് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇത്രയും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലും ദുബായിലും ഒക്കെ ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവരെല്ലാവരും പ്രോപ്പറായിട്ട് ടാക്സ് ഒക്കെ അടിച്ച് എല്ലാവരും നേർവഴിക്കാണ് പോകുന്നത് എന്നൊന്നും അവരാരും വന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ കണ്ണും പൂട്ടി ഇവിടെ ആരും വിശ്വസിക്കാനും നിൽക്കത്തില്ല. ഓക്കെ, കാരണം പടർന്ന് പന്തലിച്ച് അങ്ങ് പൊക്കോണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സുകാരുടെയും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി തട്ടിയും പുട്ടിയും പരിപാടികൾ കാണും, ഇല്ലേ? കാണും. എന്നാലേ ഇവിടെ നിലനിൽപ്പുള്ളൂ. അവർക്ക് പിടികിട്ടിയോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ രാഷ്ട്രീയക്കാർ അണ്ണാക്കി തള്ളണം, അവിടെ തള്ളണം, ഇവിടെ തള്ളണം. അവരും ചെറിയ രീതിയിലുള്ള തട്ടിപ്പും വട്ടിപ്പും നടത്തും. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞാൽ ഇവിടുത്തെ നിയമം തന്നെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെ അവരെ കൊണ്ട് അത് ചെയ്യിക്കും. ഡോക്ടർ റോയ് ഉൾപ്പെടെ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ പുള്ളി കംപ്ലീറ്റ്ലി ദുബായിൽ സെറ്റിൽ ചെയ്തിട്ട് പുള്ളി അവിടെ ഇഷ്ടംപോലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു സോഴ്സ് വയ്ക്കുമ്പോൾ പുള്ളി പറയുന്നത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം. അവിടെ ആയതുകൊണ്ട് ഇത്രയും കാലവും കറക്റ്റായിട്ട് എല്ലാം അങ്ങോട്ട് അവിടെ ചില ബാങ്കുകൾ റിസർവ് ബാങ്കുമായിട്ട് കണക്റ്റഡ് പോലുമല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രകാരം ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താലും റിസർവ് ബാങ്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും, ഒരു ടൈപ്പ് കാണും. പക്ഷേ അവിടെ ഇന്ന് എല്ലാ ബാങ്കിനും ഒരു ടൈം വരെ എല്ലാ ബാങ്കും അങ്ങനെ കണക്റ്റഡ് അല്ലായിരുന്നു, തിരക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് തിരക്കും. ഈ സോഴ്സ് ആ പൈസ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ട് തട്ടുമ്പോൾ അതിൻ്റെ സോഴ്സ് പ്രോപ്പറായിട്ട് കാണിച്ചേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നാണ് അങ്ങോട്ട് കൊണ്ട് ചെയ്യുന്നതെങ്കിലും ഇവിടെ കണക്ക് ബോധിപ്പിക്കണം, ഇല്ലെങ്കിൽ അവിടെ അത് ബോധിപ്പിക്കാൻ വേണ്ടി ഇവരുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ പണി പാടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പുതിയ അപ്ഡേറ്റ്സിൽ വരുമ്പോഴത്തേക്കും ഡോക്ടർ റോയ് CJ ഉറപ്പായിട്ടും പെടും. കുറച്ചായിട്ട് ഇതിൻ്റെ നീക്കുപോക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ കർശനമാക്കി. അതിൽ ഒരുപാട് പൈസ വന്നതിന് സോഴ്സ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ സോഴ്സുകൾ കാണിക്കാൻ മുന്നോട്ട് റോയ് CJ ചെല്ലേണ്ട വന്നാൽ റോയ് CJ ചിലപ്പോൾ എവിടുന്നൊക്കെ വന്നു എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് പോലും പറയാൻ പറ്റാത്ത മണികൾ കാണും. പെട്ടുപോകും. ചിലപ്പോൾ ഉണ്ടാക്കിയ പേര്, പ്രശസ്തി ഇതെല്ലാം അങ്ങ് പോകും. 9,000 കോടിക്ക് മേളിലുണ്ട് ആസ്തി. കൂടിപ്പോയാൽ ഒരു 1000 കോടി, 2000 കോടി, 3000 കോടി പോയാലും പുള്ളിയുടെ കാശ് കാണും. പക്ഷെ ഉണ്ടാക്കിയെടുത്ത പേര് അത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ട് ജീവിക്കാൻ നിൽക്കുന്നത് നാണക്കേടാണ്. അല്ലെങ്കിൽ അതിനേക്കാട്ടിലും നല്ലത് ചിലപ്പോൾ തീരുന്നതാണ് എന്ന് വിഷാദ രോഗത്തിന് ചികിത്സയിലായിരിക്കെ ആ മനുഷ്യന് തോന്നിക്കാണും. അതുകൊണ്ട് അയാളത് ചെയ്തു.
അങ്ങനെ ആയിരിക്കാം. 70% എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഇദ്ദേഹത്തിന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആ തുടക്കം 1-2 ദിവസങ്ങളിൽ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും സംശയം ഉണ്ടായിരുന്നു ആരെങ്കിലും തീർത്തതാണോ എന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് ഓരോ ദിവസവും കഴിയും തോറും പല രീതിയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. ഇന്ത്യയിലെ ബിസിനസ് ലാഭമാണ് UAE നിക്ഷേപിക്കുന്നത് എന്നായിരുന്നു റോയി അധികൃതരെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ നിക്ഷേപങ്ങളുടെ കൃത്യമായ സ്രോതസ് കണ്ടെത്താൻ UAE അധികൃതർ ഇന്ത്യയുടെ സഹായം തേടി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസങ്ങളിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആദായ നികുതി വകുപ്പ് വിപുലമായ പരിശോധനകളും നടത്തിയിരുന്നു. ഇന്ത്യയും UAEയും തമ്മിലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണ സഹകരണം 2018 ഒപ്പുവെച്ച കരാറിലൂടെയാണ് ശക്തമായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത ഉറപ്പാക്കാനും വിവരങ്ങൾ പരസ്പരം കൈമാറാനുമുള്ള ഈ കരാർ കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കി തുടങ്ങിയിരുന്നു. നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും തടയുന്നതിന്റെ ഭാഗമായി ഉഭയകക്ഷി ബന്ധത്തിൽ വന്ന ഈ മാറ്റം പല വൻകിട നിക്ഷേപകരെയും നിരീക്ഷണ വലയത്തിലാക്കിയിട്ടുണ്ട്. UAE തങ്ങളുടെ നിയമസംഹിതകളിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ ഈ കരാറിന് കൂടുതൽ കരുത്തു പകരുകയും ചെയ്തു. 2025 10-ാം നമ്പർ ഫെഡറൽ ഡിക്രി വഴി UAE തങ്ങളുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമങ്ങൾ അതിശക്തമാക്കിയിരുന്നു. ഇതിലൂടെ വിദേശ നിക്ഷേപങ്ങളുടെ നിയമസാധുത ഉറപ്പുവരുത്തുന്നതിൽ UAE ഭരണകൂടം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചത്. ആ സ്വീകരണം, വിട്ടുവീഴ്ചയില്ലാത്ത സ്വീകരണം ദുബായ് സ്വീകരിച്ചപ്പോൾ പല ആളുകൾ, ഡോക്ടർ റോയ് CJ പോലുള്ള ആളുകൾ ഒന്ന് പേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായി നിയമമൊക്കെ അവർ കുറച്ച് കണിശമാക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ മുന്നോട്ട് പോകുന്തോറും അത് കുറേ ടൈറ്റായി വരും. ഇപ്പോൾ അത് നല്ല രീതിയിൽ ഡോക്ടർ റോയ് CJക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോയാൽ പ്രശ്നമാകും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഉണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റി അത് നഷ്ടമാകും എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വിഷാദങ്ങൾ. മനസ്സിലായില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം മാത്രം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയോണ്ട്.